കെ രാഘവൻ, അതുപോലെ ശ്രീ MI ഷാനവാസ്, മറ്റ് വിദേശങ്ങളിൽ നിന്ന് വന്ന പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാര്, ഇവിടെ ലോകസമാധാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ 37ാമത് വാർഷിക പരിപാടിയുമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ ധാരാളം പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകത ഇവിടെ ഞാൻ കണ്ടത്, 2 കാര്യങ്ങൾക്കാണ് ഞാനൊരു പ്രത്യേകത ഓരോ സമ്മേളനത്തിലും കാണുന്നത്. ഓരോ സമ്മേളനത്തിലും ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതാണ് ഒന്ന്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിന്റെ വളർച്ച ഓരോ ദിവസവും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ശത്രുക്കൾ ഉണ്ടെങ്കിലും ആ ശത്രുത ഇതിന് വളർച്ചയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഞാൻ ഏതായാലും ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കിയ ഒന്ന് സരസിനെയാണ്. അതുപോലെ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബഹുമാന്യനായ ഉസ്താദിന്റെ മുഖത്താണ്. ഒരിക്കലും വയസ്സ് എന്ന് പറഞ്ഞാൽ 51 ആവുകയല്ലാതെ 61 ലക്ഷണം കാണുന്നില്ല. 60 ആണെങ്കിൽ 59 വയസ്സ് കുറയുകയാണ്. അത് ഈ വളർച്ചക്കൊരു ഘടകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇതിന്റെ വളർച്ചയിൽ ആരും അസൂയ പൂണ്ടാലും ഇത് വളരുക തന്നെ ചെയ്യും. ഇതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രതിയാണ്. എന്നെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ പോലും എന്റെ പേരിൽ കെട്ടിച്ചമക്കുകയാണ്. എനിക്കതിനൊന്നും വിരോധമില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊരു നാടകമുണ്ടാക്കി, എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന്. അപ്പോൾ കോൺഗ്രസുകാരൊരു നാടകമുണ്ടാക്കി, എന്നെ കോൺഗ്രസാക്കി എന്ന്. അങ്ങനെ എന്നെ കാന്തപുരത്തിന്റെ സംഘത്തിന്റെ ആളാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ ഇതിനോട് താല്പര്യമുള്ള ഒരാളാണ്. അതിനുള്ള കാരണം ഇത് നേരെ ചൊവ്വേ വളരെ ഭംഗിയായി നടത്തുന്നു. ഇവിടെ തുടങ്ങി ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായി ഇതിനെ വളർത്താൻ വേണ്ടി സാധിച്ചു. നമ്മുടെ ഉസ്താദിന് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പിന്നെ ഉസ്താദ് എന്നോട് പ്രസംഗം പോരാ, പണം വേണം എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യണം. നമ്മുടെ ബഹുമാന്യനായ നമ്മളെ പത്മശ്രീ യൂസുഫ് അലി സാഹിബിന് അള്ളാഹു വലിയ ഹൈറ് കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സമ്പത്ത് കൊടുത്തു എന്ന് മാത്രമല്ല, സമ്പത്തുണ്ടായാൽ പോരാ, അത് പാവങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം കൂടി വേണം. ആ മനോഭാവമുള്ള ഒരുത്തനാണ്, അതും അള്ളാഹു നൽകുന്നതാ, ഒരുത്തനാണ് യൂസുഫ് അലി സാഹിബ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എല്ലാരും കൂടി ഒന്നല്ലോ ഉയർന്നാൽ അതിന്റെ 100ൽ 1 ഭാഗം എനിക്കും ഉണ്ടാവും. അത് ചെയ്താൽ ഉസ്താദ് പറഞ്ഞ പോലെ, ഉസ്താദ് ചോദിക്കുന്നത് ഞാൻ തരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ യൂസുഫ് അലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏത് നല്ല കാര്യങ്ങൾക്കും വേണ്ടി എന്ത് ചെലവിടാനും മടി കാണിക്കാത്തൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ട് എന്നത് ഏറ്റവും പ്രശംസിക്കേണ്ട കാര്യമാണ്.
ഞാന് ആ കാര്യത്തിൽ അദ്ദേഹത്തെ എന്നും അഭിനന്ദിക്കുന്ന ഒരാളാണ്. ഏതായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ ലോക സമാധാനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാം മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയും വിട്ടുവീഴ്ച പോലും ചെയ്യുന്നൊരു മതമാണ് ഇസ്ലാം മതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുശ്രിക്കീങ്ങളുമായി ഉണ്ടാക്കിയ സന്ധി, ആ സന്ധിയിൽ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അത് വെട്ടി അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് തിരുത്തിയത് എന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കണം. ഇപ്പോൾ പെഷവാറിൽ 132 കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ കുഞ്ഞുങ്ങൾ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഇതുപോലെ നിറയൊഴിച്ചു കൊന്നു കളഞ്ഞു. നമുക്ക് ആലോചിക്കാൻ വേണ്ടി സാധിക്കുമോ? അത് മതത്തിന്റെ പേരിലാ. അത് ഇസ്ലാമിക ഭരണം വേണം, വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന് മാത്രമല്ല അർദ്ധ പവേഴ്സ് പൂർണ്ണമായി നൽകി അതൊരു രാഷ്ട്രമാക്കണം എന്നതിനു വേണ്ടിയാ. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഇസ്ലാം മതത്തിൽ ഇത് പറഞ്ഞത്? ഇവരെ വാസ്തവത്തിൽ ഇസ്ലാമിനെ പുച്ഛിക്കുന്നവരാണ് എന്ന് മാത്രമല്ല ഇവരെ ഒരിക്കലും മുസ്ലിമീങ്ങളായി പോലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് എന്നാണ് എന്റെ പക്ഷം. ഇസ്ലാം മതം മനസ്സിലാക്കാതെ സമാധാനത്തിന് വേണ്ടിയുള്ള മതത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പേരിൽ കൊല നടത്തുകയാണ്. ഇത് കാപട്യമാണ്, കാട്ടാളത്തമാണ്. ഇതിനെ നമുക്ക് ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം, ഞാൻ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. നമ്മുടെ നാട്ടിൽ തീവ്രവാദം വന്നപ്പോൾ, നമ്മുടെ നാട്ടിൽ ഭീകരവാദികൾ വന്നപ്പോൾ അതിനെതിരായി ആദ്യമായി പ്രചരണം ജീപ്പ് ജാഥ, വാഹനജാഥ സംഘടിപ്പിച്ചത് ഈ ഇരിക്കുന്ന ഉസ്താദാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ ഭീകരവാദമാണെങ്കിലും അതുപോലെ തന്നെ ഭീകരവാദമാണെങ്കിലും വർഗീയവാദമാണെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിനെ കൊല ചെയ്യുന്നതാ, നശിപ്പിക്കുന്നതാ. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഒരു മുസ്ലിം പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം, ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത്. അതാണ് പ്രധാനമായ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ ഈ ഒരു പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ഇന്ത്യ രാജ്യത്ത് വേറെ കാണാൻ സാധിക്കുമോ? ഇതൊക്കെ കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ശക്തി തന്നെയാണ്, കഴിവാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉസ്താദിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പല കോഴ്സുകളുമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. ഒരു കോഴ്സ്, എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങുക, എങ്ങനെയാണ് അതിനെ നയിക്കുക, എങ്ങനെയാണ് അത് സംഘടിപ്പിക്കുക, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒരു കോഴ്സ് ഇവിടെ ഏർപ്പെടുത്തണം. അത് ഉസ്താദ് തന്നെ ആ ക്ലാസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആ കഴിവാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ ജീവിക്കണം. മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, മതേതരത്വത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, പാവങ്ങളെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനം ആര് വിചാരിച്ചാലും തച്ചൊടക്കാൻ സാധിക്കില്ല. ഇതിനെ സഹായിക്കേണ്ടത്, വളർത്തേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും കടമയാണ്. ഞാനൊരു സമ്പന്നനൊന്നുമല്ല, ഞാൻ പരസ്യമായി പറയുന്നുമില്ല. എന്നാലും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യും എന്ന് മാത്രം ഞാൻ ഉസ്താദിനോട് പറയുന്നു. ഞങ്ങളെ ശമ്പളം എന്ന് പറഞ്ഞാൽ 48,000 ഉറുപ്പികയാണ് ഒരു മാസം. ഉസ്താദ് മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ മന്ത്രിമാരുടെ ശമ്പളം 48,000 ഉറുപ്പികയാണ്. ഇപ്പൊ സാമ്പത്തിക പ്രയാസം വന്നപ്പോൾ ഞങ്ങൾ
അതിൽ 20% കട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഒഴിവാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 40ന്റെ അടുത്തേ ഉള്ളൂ. എനിക്ക് ചെലവും കഴിയണം, വീട്ടുകാർക്ക് വേണ്ട. അത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുമെന്ന് ഉസ്താദ് കണക്കാക്കിയാൽ ആ സംഖ്യ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അത് ഉസ്താദ് കണക്കാക്കിയാൽ മതി, ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നിലയിലും നല്ല ഒരു ഭാവി ഈ പ്രസ്ഥാനത്തിനുണ്ട്. ഈ പ്രസ്ഥാനം നയിക്കുന്ന ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.